ആരാ? സിദ്ധു. സിദ്ധു. സിദ്ധു, ഇറ്റ്സ് നോട്ട്. ഡോണ്ട് ടച്ച് മീ. ഞാൻ കണ്ടതാ, ഈ കണ്ണുകൊണ്ട് കണ്ടതാ. വാട്ട് ഷുഡ് ഐ തിങ്ക്? അറിയാണ്ട് പറ്റിപ്പോയതാണ് സിദ്ധു. അതെ, ആ ബോക്സ് തുറന്നു തരൂ. മഞ്ഞ മഞ്ഞ. അത് ബിനു എന്റെ പഴയ കോളേജ് ഫ്രണ്ടാണ്. ഞാൻ അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ അറിയാണ്ട് പറ്റിപ്പോയി. സിദ്ധു പ്ലീസ്, ഞാൻ മിണ്ടരുത്. കരയുന്നോ? നീയല്ല കരയേണ്ടത്, ഞാനാ കരയേണ്ടത്. എല്ലാം ചെയ്തതും പോരാ, വെറുതെ അതും പറഞ്ഞു. ഇതാരാ? ഇതാരാന്ന്? ഇത് എനിക്കെല്ലാം മനസ്സിലായി. നിനക്കറിയായിരുന്നു ഞാൻ ഇവിടെ ഇല്ലാന്ന്. You knew the house is vacant and you bringing a freaking girl here? What I say? Oh, that one in gown. Huh. I knew you had a fetish to gown. How could you do this to me, Sidhu? Huh? Now I don't regret it. എനിക്ക് നിന്നോട് സോറി പറയണ്ട ഒരാവശ്യമില്ല. നീയും ഞാനും ഒരേ തെറ്റാ ചെയ്തേക്കുന്നത്. We are equal sinners. പ്ലാനിങ് ആയിരുന്നല്ലേ? ചേട്ടാ ഇങ്ങനെ കരയില്ലേട്ടാ. കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ? ചേട്ടൻ തന്നെ പറയാ, കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മള് നെക്സ്റ്റ് കാര്യങ്ങൾ ആലോചിക്കണമെന്ന്. അതൊക്കെ പറയാളിപ്പോ. ചേട്ടൻ കരയുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കരഞ്ഞേട്ടാ, പോട്ടെ. അല്ലേലും ഞാനെന്തിനാ കരയുന്നത്? ഞാൻ എന്താ തെറ്റായത്? ഇയാളെ ഹെൽപ്പ് ചെയ്തതോ? ഞാൻ കരയേണ്ട കാര്യമില്ല. ഞാൻ കരയില്ല, ഞാൻ കരയാൻ പാടില്ല. മനസ്സിലായോ? ആ കര. ചേട്ടാ വിഷമിക്കില്ല ഏട്ടാ. എനിക്കെന്താ വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. ചൂടാവുന്ന എന്തിനാ? ഞാൻ ചൂടായൊന്നുമല്ല. ഇയാള് കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാമോ? ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ അവൾ ഇങ്ങോട്ട് വന്നാ അറിയാമോ? താൻ എന്ത് കണ്ടിട്ടാണോ എല്ലാം കൂടെ കെട്ടിപ്പറക്കി അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയ? പ്രേമം ഉണ്ട. എനിക്കിനി ഒരുത്തിയും വേണ്ട. അമ്മ സിദ്ധു, നീ ലേറ്റ് ആവോടാ? ഹലോ ഡാ, ഹലോ മോനെ. അമ്മ വരുന്നു.
പിന്നെ അമ്മ നേരത്തെ വിളിച്ചപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ടോ. എന്തു പറ്റിയടാ? എന്താ വല്ലാതിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മ ഭക്ഷണം കഴിച്ചാ? ഇല്ല, കുറച്ച് വെള്ളം കുടിച്ചു. വിശക്കുന്നില്ലടാ. നീ ഒന്ന് വേഗം വന്നാ മതി. ഇതാ വരുന്നു. ചേട്ടാ ഞാൻ തിരിച്ചു പോയിക്കോളാം. ചേട്ടൻ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടേക്ക്. ഞാനൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ. ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെ. ഞാൻ വന്നതിന് പിന്നെയല്ലേ ചേട്ടനീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തിരിച്ചു പോയിക്കോളാം. ചേട്ടാ താങ്ക്സ്. ചേട്ടനില്ലായിരുന്നില്ലേ ഞാൻ പെട്ടുപോയനെ. ചേട്ടൻ എന്നാ തിരിച്ചു വെക്കും. അമ്മ വിളിക്കുന്നതിന് മുന്നേ വെറുതെ പ്രശ്നമാക്കണ്ട. ഏയ് ഇത് സ്ഥിരമാണ്. അമ്മ ഇപ്പം കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടാവും. അല്ല ഇനി ഇയാളുടെ പരിപാടി എന്താ? തിരിച്ചു പോകട്ടോ. ഓ നീ ചേട്ടന് സംഭവിച്ച പോലെ എനിക്കങ്ങനെ പറ്റിയാലേ സഹിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഒന്നും അറിയണ്ടല്ലോ. ഡോ ആ ടെൻഷൻ മാറാനുള്ള ചോക്ലേറ്റ് ഇല്ലേ കയ്യിൽ? അവൻ തരുമോ? ആ അല്ല ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ബാക്കിയാണ് കഴിച്ചിട്ടുണ്ട്. ആ സാരമില്ല, താങ്ക്സ്. പോട്ടെ. ചേട്ടൻ്റെ കരച്ചിലാണ് വല്ല ഭംഗിയൊന്നുമില്ല. ശരി, അടിപൊളി. ചേട്ടൻ നല്ല വരുള്ളൂ. പോട്ടെ. ഓക്കെ.